ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദീപ്തി സീതത്തോട് കാട്ടിൽ നിന്നൊരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് വളർത്തുണ്ടായി. സ്വന്തം മകളായിട്ട് വളർത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ അവർക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ മകളെ കൊണ്ടുവന്നിട്ട് വളർത്തിയിട്ട് വലിയ വിവാദമായിരുന്നു. അവർ യാതൊരു നിയമ നടപടിയോ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ കാട്ടിൽ പോകുന്നു. ആ കുട്ടിയുടെ അമ്മയുടെ സമ്മതത്തോടു കൂടെ ആ കുട്ടിയെ എടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുവരുന്നു, വളർത്തുന്നു. എന്നിട്ട് അത് വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുന്നു. ഒരുപാട് ആളുകൾ അതിനെതിരെ പരാതി കൊടുക്കുന്നു. ദീപ്തിക്ക് ആ കുട്ടിയെ തിരിച്ച് കൊടുക്കേണ്ടതായിട്ട് കാട്ടിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതൊരു നിസ്സാര സംഭവം പോലെ ദീപ്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനത്തെ നിയമ നടപടിയൊക്കെ വരുന്നു. എന്നാലും നിയമ പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ, ആരും പരാതിയൊന്നും കൊടുത്തില്ലെങ്കിൽ പല ആളുകൾക്കും ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് വളർത്താനുള്ള പ്രചോദനമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്തതെന്നൊക്കെ ഉള്ള നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ ബാലിശം തോന്നുന്ന കുറേ ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് ദീപ്തി ഒരു വീഡിയോയും ചെയ്തിരുന്നു. പക്ഷെ ഇതത്ര നിസ്സാര കാര്യമല്ല എന്നും ഇത് വലിയ നിയമ പ്രശ്നങ്ങളുള്ള കാര്യമാണെന്നും തെളിയിക്കുന്ന ഒരു കേസ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടക്കണ്ടായി. കാസർഗോഡുള്ള ഒരു ഫാമിലി ഒരു ചെറിയ കൈക്കുഞ്ഞിനെ, അവരുടെ ഏതോ പരിചയത്തിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ അമ്മയ്ക്ക് വളർത്താൻ താല്പര്യമില്ലാത്ത കുഞ്ഞായിരിക്കാം, എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല. എന്തായാലും അവർ ചെറിയ കൈക്കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി. ഒരു വീട്ടിൽ ഒരു ഗർഭിണി ഉണ്ടായി കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടുത്തെ ആശാവർക്കർ അറിയും, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് അറിയും. പിന്നെ ആ ഗർഭിണിക്ക് വേണ്ട കൃത്യമായ കാര്യങ്ങൾ അവർ നോക്കും. അപ്പൊ അങ്ങനെയൊന്നും ഒരു വീട്ടിലൊരു ഗർഭിണി ഇല്ല എന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവിടെ ഒരു കുട്ടിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ആശാവർക്കറോ അംഗൻവാടി വർക്കറോ ആരെങ്കിലും ഒരാളത് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ അവരത് ശ്രദ്ധിച്ചു. അങ്ങനെ ഈ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഈ കുട്ടി എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം വന്നു. അത് നിയമ പ്രശ്നങ്ങളായി. അവസാനം ആ ഫാമിലി മുഴുവൻ അറസ്റ്റിലായി എന്നുള്ളതാണ്. ഈ കുട്ടി ഒരിക്കലും ഇങ്ങനെ നിയമപരമായിട്ടുള്ള ഒരു നടപടികളും എടുക്കാതെ ഒരിക്കലും ഒരു കുട്ടിയെ കൊണ്ടുവന്ന് വളർത്താൻ പറ്റില്ല എന്നും അതൊരു ക്രിമിനൽ കുറ്റമാണെന്നുമാണ് ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തതിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ദീപ്തി അന്ന് ചെയ്തിരുന്നതും ഒരു നിയമപരമായിട്ട് വളരെ തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അത് വളരെ നിസ്സാരമായിട്ടാണ് ദീപ്തി അത് നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചത് വീഡിയോയിലൂടെ. എന്തായാലും ദീപ്തി അതിനുശേഷം ഈ ആദിവാസി സ്ത്രീയുടെ പേര് അജിത എന്നാണ്. ദീപ്തിക്ക് വളരെ കാലങ്ങളായിട്ട് പരിചയമുള്ളതായിരുന്നു. അപ്പൊ ആ സ്ത്രീയെയും അവരുടെ കുട്ടികളെ എല്ലാവരെയും, അവർക്ക് 4 കുട്ടികളുണ്ട്, അതിലൊരു കുട്ടി ഹോസ്റ്റലിലാണ്, ബാക്കി 3 കുട്ടികളെയും ദീപ്തി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ വിഷയം ഉണ്ടായി. കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയ സമയത്ത് ദീപ്തിക്ക് ഒരുപാട് കമന്റ് വന്നിരുന്നു. അജിതയെ സഹായിക്കൂ, അജിതയ്ക്ക് വീട് വെച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ ദീപ്തിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കൂ, അജിതയെ കാട്ടിൽ നിന്ന് രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. എന്തായാലും ദീപ്തി ഈ അജിതയെ നാട്ടിലേക്ക് കൊണ്ടുവന്നു, ദീപ്തിയുടെ വീട്ടിലേക്ക് താമസിപ്പിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ദീപ്തി അത് ഭയങ്കര ദീപ്തിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കൊക്കെ എതിരെയും പരാതി കൊടുത്തവർക്കെതിരെയും ഒക്കെ ദീപ്തിക്ക് നല്ല ഒരു വിഷമം ഉണ്ടായിരുന്നു തോന്നുന്നു. ദീപ്തി എന്തായാലും ഭയങ്കര ഗംഭീരമായിട്ടാണ് ആ വീഡിയോ ചെയ്തത്. ഇനി ആർക്കും പരാതിയൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഞാൻ അജിതയെ അടക്കമാണ് കൊണ്ടുവന്നത്, ഇതൊരു കണ്ടന്റ് അല്ല, ഇനി അവർക്കൊന്നും കുറ്റം പറയാനൊന്നുമില്ല, ഇത് കണ്ടന്റ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തി ഒരു ഫുൾ വീഡിയോ ആ അജിതയും കുട്ടികളെയും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു യാത്ര കംപ്ലീറ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അജിത വരുന്ന വഴിക്ക് തന്നെ കുറെ കാര്യങ്ങൾ, എനിക്കത് കുട്ടിക്ക് സൈക്കിള് വേണം, ചെറിയ സൈക്കിള് മതി, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി. കാരണം കാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ, അവരുടെ കഷ്ടപ്പെടുന്ന കുട്ടികളെയും എല്ലാവരെയും കൂടെ രക്ഷിച്ച് നാട്ടിൽ കൊണ്ടുവരുന്ന ഒരു നല്ല മനസ്സുള്ള ഉടമയായിട്ട് ദീപ്തിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ആ വീഡിയോയുടെ അടിയിൽ കിട്ടുകയുണ്ടായി. അങ്ങനെ ദീപ്തി അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ദീപ്തിയുടെ വീട്ടില് ഒരു ബംഗാളി, അജയ് എന്ന് പറഞ്ഞിട്ടൊരു ബംഗാളി പണിയെടുത്തിരുന്നു, അവരുടെ ഫാമിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അജയ് നാട്ടിൽ പോയ ശേഷം പിന്നീട് തിരിച്ചു വന്നില്ല. അപ്പൊ അജയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷെഡ് പോലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബിൽഡിങ്ങിലാണ് ഈ അജിതയെ താമസിപ്പിക്കാൻ വേണ്ടി ദീപ്തി ശ്രമിച്ചത്, പുതിയ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ. അപ്പൊ അത് ദീപ്തി പിന്നെ ഒരു ദിവസം അജിതയ്ക്ക് വീടൊരുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷെഡ് വൃത്തിയാക്കുന്നതും അതിന്റെ നിലത്തൊക്കെ ഷീറ്റ് ഇടുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതിന് അടുക്കള ഇല്ല, അപ്പൊ അടുക്കളയ്ക്ക് വേണ്ടി ഒരു ചെറിയ സെറ്റപ്പ് പോലെ ഉണ്ടാക്കുന്നത് എല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യണ്ടായി. അപ്പൊ അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്ന, അവർക്ക് പരിചയമുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, പിന്നെ ദീപ്തി ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതും ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അജിത വളരെ ആധികാരികമായിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, നിലത്ത് ഷീറ്റ് അങ്ങനെ ഒടിക്കും, പിന്നെ അടുപ്പ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരടുപ്പ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറയുമ്പോൾ അജിത പറയുന്നുണ്ട് ഒരടുപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, 3 അടുപ്പാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ആ ഒരു വീഡിയോ വന്നതോടുകൂടെ ഈ കമന്റ് ബോക്സ് നേരെ തിരിഞ്ഞു. ഇതുവരെ ദീപ്തിയെ സപ്പോർട്ട് ചെയ്ത് അജിതയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ പെട്ടെന്ന് അജിതയെ നിങ്ങൾ സൂക്ഷിക്കണം, അജിത ഭയങ്കര ഡിമാൻഡിങ് ആണ്, അജിത എന്താ അങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, അജിതയാണോ മുതലാളി, ദീപ്തി തൊഴിലാളിയാണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അതിന്റെ അടിയിൽ വന്നു. ഇപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് വളരെ താഴ്ന്നു കിടക്കുന്ന, ഒന്നുമില്ലാതെ കിടക്കുന്ന, നമ്മളെയൊക്കെ ആശ്രയിച്ച് അടിമകളെ പോലെ കിടക്കുന്ന, താഴ്മയോടെ പെരുമാറുന്ന അങ്ങനത്തെ ആളുകളാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് തോന്നുന്നു. അവരൊരിക്കലും അങ്ങനെയല്ല. അവരൊരുപാട് ഉയർന്ന് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഇവിടുത്തെ സർക്കാർ അവർക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാം കിട്ടുന്ന ഒരു നല്ല വിഭാഗം തന്നെയാണ് ഈ ആദിവാസി വിഭാഗം എന്ന് പറയുന്നത്. വീഡിയോ കാണുന്ന കമന്റ് ഇടുന്ന ആളുകൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും അവർ വന്നിട്ട് ദീപ്തിയുടെ കാല് പിടിച്ചിട്ട് ദീപ്തി എനിക്കിത് ചെയ്യുന്ന ദീപ്തി വളരെ നല്ല മനസ്സിനുടമയാണെന്ന് പറഞ്ഞിട്ട് അത്രയും കാൽക്കീഴിൽ കിടക്കുന്ന ആളുകളെന്നായിട്ട് ഒരിക്കലും അവർ പെരുമാറുന്നു പ്രതീക്ഷിക്കാനേ പാടില്ല. അവർ വളരെ വ്യക്തിത്വമുള്ള. പിന്നെ ഈ അജിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന, ഒന്നുമില്ലാതെ കാട്ടിൽ വളർന്നു വന്ന ഒരു കുട്ടിയൊന്നുമല്ല. അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് മദ്യപിക്കാൻ വേണ്ടിയിട്ട് 500 രൂപയ്ക്ക് അവരൊരു ഫാമിലിക്ക് വിറ്റ് കളഞ്ഞതാണ്. ആ ഫാമിലി അജിതയ്ക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും അജിതയ്ക്ക് ഉണ്ടായിരിക്കും. അജിതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾ പറയാനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അജിത ഇരുന്നിട്ട് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കുന്നത്. പിന്നെ അജിത മൊബൈൽ ഫോൺ കംപ്ലൈൻറ്റ് അത് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊന്നും ഇടാല്ല അത് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. പിന്നെ സൈക്കിൾ വാങ്ങുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ TV ഇന്ന സ്ഥലത്ത് വെക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതൊന്നും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടാവുന്നില്ല. അവരുടെ കമന്റ് ബോക്സിൽ മുഴുവൻ നിങ്ങൾ അജിതയെ സൂക്ഷിക്കൂ, അജിത നിങ്ങൾക്ക് ഭാര്യയാവും, ദീപ്തി എന്തിനാ അങ്ങനത്തെ വയ്യാവേലി വലിച്ചു വെക്കുന്നത്, ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് പിന്നീട് ദീപ്തി പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ദീപ്തിക്ക് കാര്യങ്ങൾ മനസ്സിലായി തോന്നുന്നു. ദീപ്തി പിന്നെ അടുത്ത വീഡിയോ മുതൽ ഈ അജിതയെ കാണിക്കുന്ന പരിപാടി അങ്ങ് കുറച്ചൊക്കെ കാണിക്കും, കുട്ടികളെ കാര്യമായിട്ട് കാണിക്കും. അജിതയെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അജിതയെ സഹായിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാഴ്ചകളൊന്നും പിന്നീട് ദീപ്തിയുടെ വീഡിയോയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ കുട്ടികളെ സ്കൂളിൽ ചേർത്തുന്നു, അംഗനവാടി ചേർത്തുന്നു, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ദീപ്തി അജിതയെ കാണിച്ച വീഡിയോയിൽ ദീപ്തി പറയുന്ന കാര്യങ്ങളൊന്നും അജിത് അത്ര മൈൻഡ് ചെയ്യാതെ പോലെ, അല്ലെങ്കിൽ ദീപ്തിയുടെ ബ്രദറിന്റെ വൈഫും കൂടെ നല്ല കോമഡിയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാറിലൊക്കെ പോകുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജിത അടുത്തിരുന്നിട്ട് ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് ഇവരെ അവഗണിക്കുന്ന പോലെ ഇരിക്കുന്നു. അതോടുകൂടെ ആ വീഡിയോയുടെയൊക്കെ നെഗറ്റീവ് കമന്റ് ബോക്സ് വെറും നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. അജിതയ്ക്ക് എന്ത് പറ്റി, അജിത എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അജിതയ്ക്ക് വല്ല ദേഷ്യമുണ്ടോ, നിങ്ങൾ വെറുതെ വേലി കിടന്ന പാമ്പിനെടുത്ത് വെച്ചതാ, അങ്ങനത്തെയൊക്കെ ഉള്ള വളരെ നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങി. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ അജിതയെക്കുറിച്ച് നെഗറ്റീവ് കമന്റ് വന്ന ആദ്യത്തെ വീഡിയോ തന്നെ അജിത കമന്റ് ബോക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അജിത വിദ്യാഭ്യാസം ഇല്ലാത്ത ആളോ വായിക്കാൻ അറിയാത്ത ആളോ ഒന്നുമല്ല. അജിത കമന്റ് ബോക്സ് വായിച്ചിട്ടുണ്ടായിരിക്കാം. അജിത ചിലപ്പോൾ ഈ കമന്റ് ബോക്സ് കണ്ടിട്ട് ഇനി ഞാൻ മിണ്ടാതിരിക്കാം, ഞാൻ മിണ്ടുന്നതല്ലേ പ്രശ്നം എന്ന് വിചാരിച്ച് ചിലപ്പോൾ മിണ്ടാതിരുന്നതായിരിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ ആളുകൾ വിചാരിക്കുന്നത് അജിത എന്തോ ഭയങ്കര സംഭവമാണ്, അജിത ദീപ്തിയെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ദീപ്തിയുടെ തലയിൽ കയറിയിരിക്കുന്നു എന്നുള്ള ഭാഗത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദീപ്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ നിങ്ങൾ എന്തിനാണ് അജിതയെ എങ്ങനെ കുറ്റം പറയുന്നത്, ദീപ്തിക്ക് അറിയാലോ, ദീപ്തി ഇത്ര കാലമായിട്ട് ജീവിച്ച ആളല്ലേ, ശരി ഏതാ തെറ്റാണ് ഏതാന്ന് ദീപ്തിക്ക് അറിയാലോ എന്നുള്ള കമന്റുകളൊക്കെ ഇടുമ്പോൾ തന്നെ ദീപ്തിയുടെ പഴയ ഫാമിലി ലൈഫിനെ കുറിച്ച് അത്രയും കാലം ജീവിച്ചിട്ട് അയാളുടെ തെറ്റുകൾ ദീപ്തി അറിഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള വളരെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ദീപ്തി നല്ല മനസ്സോടുകൂടെ ചെയ്തതായിരിക്കാം അജിതയെ കൊണ്ടുവരിക എന്നുള്ളത്. ഒരു കണ്ടന്റ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് പറയുന്നേ ഇല്ല. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, അത് ഉദ്ദേശിച്ചല്ല ഇതിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആലോചിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ദീപ്തി അജിതയ്ക്ക് വേണ്ടിയിട്ട് വീട് വെക്കാൻ സ്ഥലം അന്വേഷിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട് വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ അജിതയെ സെറ്റിലാക്കുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളൊരു വ്യക്തിയെ അത്യാവശ്യം ജോലി ചെയ്യാനൊക്കെ ഉള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സഹായിക്കേണ്ടത് ഒരിക്കലും അവർക്ക് സൗജന്യമായിട്ട് വീട് വെച്ചു കൊടുക്കുക, സൗജന്യമായിട്ട് കാശ് കൊടുത്തിട്ട് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൊള്ളാൻ പറയാം, അങ്ങനെയല്ല ഒരു വ്യക്തിയെ സഹായിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ദീപ്തി നേരത്തെ ആദിവാസികളെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ അവർക്ക് സാധനങ്ങൾ കൊണ്ട് കുറേ ബാഗ് വാങ്ങിക്കൊടുക്കുക, കുറേ ഫുഡ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അരി സാമാനം വാങ്ങിക്കൊടുക്കുക, പച്ചക്കറി വാങ്ങിക്കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക. അതിനെക്കുറിച്ച് ഈ നേരത്തെ ദീപ്തിയുടെ ഈ കുട്ടീനെ കൊണ്ടുവന്ന വീഡിയോയിലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരാളെ നമ്മൾ അങ്ങനെ സൗജന്യം കൊടുത്തല്ല സഹായിക്കേണ്ടത്. അവർക്ക് മുന്നോട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുത്തിട്ടാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സഹായിക്കേണ്ടതെന്നാണ്. ഇപ്പൊ ഈ അജിതയുടെ കാര്യം തന്നെയാണെങ്കിലും അജിത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, വലിയ കോഴ്സുകളൊന്നും പൂർത്തിയാക്കിയിട്ടില്ലായിരിക്കാം, എന്നാലും അവർക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സംസാരിക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിന് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അല്ലാതെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെയല്ല ഹെൽപ്പ് ചെയ്യേണ്ടത്.
ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം അജിത എന്ന് പറഞ്ഞ വ്യക്തി സ്കൂളിൽ പഠിച്ചതാണെന്ന് പറയുന്നു. എന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അറിയില്ല, എന്തായാലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ട് ജീവിക്കാനൊരു ജോലി, വെറുതെ അവിടെയും ഇവിടെയും കടയിൽ പോയി നിൽക്കുക, അങ്ങനത്തെ ജോലിയല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഗവൺമെൻറ് ജോബ് നേടുന്നതിന്, ഒരു PSC പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലി നേടാന്നുള്ള ഒരു അവബോധം കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ജോലിയുടെ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം കൊടുക്കുക എന്നല്ലാതെ വെറുതെ ഞാൻ ഇന്നത്തെ ചോറിനുള്ള വക തരാം, നാളത്തെ ചോറിനുള്ള വക തരാം, നിങ്ങൾക്ക് താമസിക്കാൻ വീട് ഞാൻ ഉണ്ടാക്കി തരാം, അങ്ങനെയല്ല ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നേ പറയാനുള്ളൂ. ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഇത് കുരിശാവും എന്ന് പറയുന്ന ആളുകളും പറയുന്നുണ്ട്, അജിതയ്ക്കൊരു ജോലി ശരിയാക്കി കൊടുക്കൂ, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്തിട്ട് ജീവിക്കട്ടെ. അവർക്കിപ്പോൾ ഈ 4 കുട്ടികളുണ്ട്, ആ 4 കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ചെറിയ ജോലി ശരിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ ജോലി നേടാനുള്ള ഒരു നല്ല ജോലി നേടാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കുക. ഈ സ്കൂളിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഗവൺമെൻറ് ജോലികൾ നേടാനുള്ള PSCകളും മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോധവൽക്കരിച്ച് കൊടുക്കുക, അല്ലാതെ വെറുതെ ഒരു സൗജന്യം കൊടുത്ത് കാലാകാലം അവരെ കൊണ്ട് കൈ നീട്ടിപ്പിച്ച് നിർത്തുകയല്ല വേണ്ടത്. അവർക്കൊരു നല്ല മാർഗം, ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. എന്തായാലും എല്ലാവർക്കും നന്ദി.